ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ എം ഷെഫീദ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഹോ ബുക്സ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ സോഹോ ബുക്സ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതുപോലെ തന്നെ ഒരു പുതിയ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള അക്കൗണ്ടുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ലെഡ്ജർ ക്രിയേഷൻ എന്നൊക്കെ പറയാം. അപ്പൊ ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് ഇതിനെ ഡാഷ്ബോർഡ് എന്നാണ് പറയുക. ഈ ഡാഷ്ബോർഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ടോട്ടൽ റിസീവബിൾസ്, അതുപോലെ തന്നെ ടോട്ടൽ പേയബിൾസ്, ക്യാഷ് ഫ്ലോ, ടോട്ടൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഇതിപ്പോ ഒക്കെ സീറോ കാണിക്കുന്നതിന്റെ കാരണം നമ്മൾ യാതൊരു ട്രാൻസാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. ഇത് പുതിയൊരു കമ്പനി ആയതുകൊണ്ടാണ്. ഇനി ഇവിടുന്ന് നമുക്ക് പുതിയൊരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറെ ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി കഴിയും. അതില് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് ഹോം പേജ്. ഈ ഹോം പേജിൽ ഡാഷ്ബോർഡ് ആണ് നമ്മളിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ ഐറ്റംസ് ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, സെയിൽസ്, പർച്ചേസ്, ടൈം ട്രാക്കിംഗ്, ഇ-വേ ബിൽസ്, GST ഫയലിംഗ്, അക്കൗണ്ടന്റ്, മാനുവൽ ജേർണൽസ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ അക്കൗണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അതിലാണ് നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ഒരുപാട് അക്കൗണ്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ ടാലി പോലത്തെ സോഫ്റ്റ്വെയറിലൊക്കെ ഡീഫോൾട്ട് ആയിട്ട് ആകെ 2 അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്ന് ക്യാഷും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. എന്നാൽ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഒരുപാട് അക്കൗണ്ടുകൾ ഡീഫോൾട്ട് ആയിട്ടുണ്ട്. ക്വിക്ക് ബുക്സ് പോലെയാണ്. ക്വിക്ക് ബുക്സിലും നമുക്ക് ഒരുപാട് അക്കൗണ്ടുകൾ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിലുള്ള അക്കൗണ്ടുകളാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, TDS, റിസീവബിൾ ഉണ്ട്, അതുപോലെ തന്നെ CGST, SGST ഒക്കെ ഇതിൽ കാണാൻ വേണ്ടി കഴിയും. അഡ്വാൻസ് ടാക്സ്, പെറ്റി ക്യാഷ്, അക്കൗണ്ട്സ് റിസീവബിൾ, അക്കൗണ്ട്സ് പേയബിൾ, ഔട്ട്പുട്ട് ടാക്സ് ഉണ്ട്, ഓപ്പണിംഗ് ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ്സ്, ടാക്സ് പേയബിൾ, അക്കൗണ്ട്സ് പേയബിൾ, ഇങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ നമുക്ക് ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ നമുക്ക് വേണ്ട അക്കൗണ്ട് ഇതിൽ ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഇതിൽ പെറ്റി ക്യാഷ് ഉണ്ട്, ക്യാഷ് ഇല്ല. അപ്പൊ നമുക്കൊരു ക്യാഷ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഒരു ഫിക്സഡ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഒരു പേയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് അക്കൗണ്ടുകളാണ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ തന്നെ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതെടുക്കുക. ഇതാണ് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിൽ കൊടുക്കാനുള്ളത് അക്കൗണ്ട് ടൈപ്പ് ആണ്. അപ്പൊ നമ്മൾ ടാലിയിൽ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്, എന്നാൽ ക്വിക്ക് ബുക്സിൽ ടൈപ്പ് ആണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ടിന്റെ കറക്റ്റ് ടൈപ്പ് എന്ത് ചെയ്യണം, ഇവിടുന്ന് കൊടുക്കണം. അപ്പൊ ഇവിടെ എടുക്കുന്നത് അതർ അസറ്റ് ആണ്. അപ്പൊ ഞാനിപ്പോ ക്യാഷ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ ക്യാഷിന്റെ ടൈപ്പ് ഇതിൽ ക്യാഷ് തന്നെ ഉണ്ടാവും. ഇതിൽ ഒരുപാട് ടൈപ്പുകൾ ഉണ്ടാവും. ടൈപ്പ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ ഏതിന്റെയൊക്കെ അണ്ടറിൽ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ക്യാഷ് തന്നെ കൊടുക്കുക. ഇനി അക്കൗണ്ടിന്റെ നെയിം കൊടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്നാണ് നെയിം കൊടുക്കുന്നത്. പേര് കൊടുത്തു. പിന്നെ ഇതിന് താഴെ നമുക്കൊരു ഓപ്ഷൻ കാണാം, മേക്ക് ദിസ് എ സബ് അക്കൗണ്ട്. അതായത് ഈ ക്യാഷിന് നമുക്കൊരു സബ് അക്കൗണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനാണ് മേക്ക് ദിസ് എ സബ് അക്കൗണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പേരന്റ് അക്കൗണ്ട് കൊടുക്കാനുള്ള കോളം ഇവിടെ വരും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ അണ്ടറിൽ ക്യാഷും പെറ്റി ക്യാഷും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ എന്ത് ചെയ്യാം, കാണിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെ പേരന്റ് അക്കൗണ്ട് ആയിട്ട് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് കാണിച്ചാൽ മതി. അത് നിർബന്ധമുള്ള കേസല്ല. നമുക്ക് അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കാം, പേരന്റ് അക്കൗണ്ട് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ അത് കൊടുക്കുന്നില്ല. അപ്പൊ ആ ടിക്ക് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ അക്കൗണ്ട് കോഡ് ഉണ്ട്. അക്കൗണ്ട് കോഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് പീച്ച്ട്രീ പോലത്തെ സോഫ്റ്റ്വെയർസിലൊക്കെ കോഡുകൾ കൊടുക്കാറുണ്ട്. അത് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അക്കൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം, കോഡുകൾ കൊടുക്കുക. അപ്പൊ 1 എന്നോ അല്ലെങ്കിൽ 001 എന്നോ എന്തെങ്കിലും ഒരു നമ്പറോ കാര്യങ്ങളോ നമുക്ക് കോഡായിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ്. ഇതൊക്കെ ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇതിന് നിർബന്ധമുള്ള കേസ് എന്ന് പറയുന്നത് ടൈപ്പും അതുപോലെ തന്നെ അക്കൗണ്ട് നെയിമും ആണ്. പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അക്കൗണ്ടിന്റെ പേരിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതും ഓപ്ഷണൽ ആണ്. പിന്നെ അതിന്റെ താഴെ ഒരു ഓപ്ഷൻ കാണാം, ആഡ് ടു ദ വാച്ച് ലിസ്റ്റ് ഓൺ മൈ ഡാഷ്ബോർഡ്. അതായത് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന അക്കൗണ്ട് ഡാഷ്ബോർഡിലും കൂടി ആഡ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ആണ് ഇത്. അപ്പൊ ഇതിൽ ടിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് സേവ് കൊടുക്കുക. അപ്പൊ ആ ഒരു അക്കൗണ്ട് സേവ് ആയിട്ട് ടോപ്പിൽ തന്നെ അക്കൗണ്ട് ഹാസ് ബീൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ക്യാഷ് ഇൻ ഹാൻഡ്, അതിന്റെ ടൈപ്പ് ഇവിടെ കാണാം ക്യാഷ് എന്നുള്ളത്. വേറെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കോഡോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ
ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. ഇനി അടുത്ത് നമുക്കൊരു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് വീണ്ടും നമുക്ക് ന്യൂ കൊടുക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അക്കൗണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ക്വിക്ക് ബുക്സിലൊക്കെ കൊടുക്കുന്ന സെയിം ടൈപ്പ് തന്നെയാണ് അതിൽ വരുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ടാവും, അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇനി അക്കൗണ്ട് നെയിം നമുക്ക് ക്യാപിറ്റൽ എന്ന് കൊടുക്കാം. ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യാം, സബ് അക്കൗണ്ട് കൊടുക്കണം. അപ്പൊ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ സബ് അക്കൗണ്ട് ആയിട്ട് പേരന്റ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ അണ്ടറിലാണ് ബാക്കി പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടുകളൊക്കെ വരിക. അപ്പൊ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാനാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അക്കൗണ്ട് കോഡ് കൊടുക്കാം. അതുപോലെ തന്നെ ഇതും നമുക്ക് ഡാഷ്ബോർഡിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ടിക്ക് ഇട്ട് കൊടുക്കുക, ദെൻ സേവ്. നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഒരു ബാങ്ക് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ന്യൂ എടുത്തു. അക്കൗണ്ട് ടൈപ്പ് നമുക്ക് ഇവിടുന്ന് ബാങ്കിൻ്റെത് വരുന്നത് ബാങ്ക് തന്നെയാണ്, ബാങ്ക് എന്നുള്ളത് കൊടുത്തിട്ട്. അപ്പൊ ബാങ്ക് ആയതുകൊണ്ട് കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇനി അക്കൗണ്ട് നെയിം നമുക്ക് ബാങ്ക് എന്നുള്ളത് കൊടുക്കുക. ഇനി ബാങ്കിന്റെ പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പേര് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ SBI ബാങ്ക് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിന് അക്കൗണ്ട് കോഡ് കൊടുക്കാം. അതുപോലെ തന്നെ ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, കറൻസി കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് സേവ് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഒരു ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പൊ ഇവിടുന്ന് ഞാൻ ന്യൂ എടുത്തു. ഫിക്സ്ഡ് അസറ്റിന്റെ ടൈപ്പ് നമ്മൾ കൊടുക്കേണ്ടത് ഫിക്സ്ഡ് അസറ്റ് എന്നുള്ള ടൈപ്പ് തന്നെയാണ്. ഫിക്സ്ഡ് അസറ്റ് കൊടുത്തു. അക്കൗണ്ട് നെയിം ഞാനിവിടെ കമ്പ്യൂട്ടർ ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത്, കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ സബ് അക്കൗണ്ട് കൊടുക്കാം. അതുപോലെ അക്കൗണ്ട് കോഡ്, ഡിസ്ക്രിപ്ഷൻ, ഇത് നമുക്ക് ഡാഷ്ബോർഡിൽ വരണമെങ്കിൽ ടിക്ക് കൊടുക്കുക, ദെൻ സേവ്. ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യാം, ചാർട്ട് ഓഫ് അക്കൗണ്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് ലാബിലിറ്റി സൈഡിൽ വരുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ളതൊക്കെ അസറ്റുകളാണ്. ക്യാപിറ്റൽ മാത്രമേ ലാബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അടുത്ത നമ്മളൊരു ലാബിലിറ്റി അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. പേയബിൾ വരുന്നതാണ്. അപ്പൊ അതിന്റെ ടൈപ്പ് വരുന്നത് അതർ കറണ്ട് ലാബിലിറ്റി ആണ്. അപ്പൊ ഒന്നെങ്കിൽ സാലറി പേയബിൾ അല്ലെങ്കിൽ റെന്റ് പേയബിൾ, അങ്ങനത്തെ ഒരു ലാബിലിറ്റി അക്കൗണ്ട് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ ഞാനിവിടെ അതർ കറണ്ട് ലാബിലിറ്റി എന്നുള്ള ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അക്കൗണ്ട് നമുക്ക് റെന്റ് പേയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് പേര് കൊടുക്കാം. then അതിന് നമുക്ക് സബ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ ഞാനത് ഡാഷ്ബോർഡിൽ ഷോ ചെയ്യിക്കണില്ല. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ ടിക്ക് കൊടുക്കുന്നില്ല, ദെൻ സേവ് കൊടുക്കുക. അപ്പൊ ഇത്രയും അക്കൗണ്ടുകളാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇതിനൊന്നും നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനൊക്കെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോണത്. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നിന്ന് പറ്റില്ല. ഇതിൽ ടോപ്പില് ഈ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, ഈ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലാണ് ഓപ്പണിംഗ് ബാലൻസിന്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കുക. അതിലിപ്പോ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ലാസ്റ്റ് രണ്ടാമത് ഉണ്ടായിരിക്കും ഓപ്പണിംഗ് ബാലൻസസ് എന്ന് പറഞ്ഞിട്ട്. ഇതെടുത്തിട്ട് വേണം നമ്മൾ ഓരോ അക്കൗണ്ടുകൾക്കും ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാനായിട്ട്. അല്ലാതെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഈ ഓപ്പണിംഗ് ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീന് വരും. അപ്പൊ ഇതിൽ നമ്മളോട് ഫസ്റ്റ് ഡേറ്റ് ചോദിക്കും. ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഡേറ്റിലേക്കാണോ ഇതെല്ലാം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇതിപ്പോ ഈ 13/8/2025 എന്നുള്ള ഡേറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏത് ഡേറ്റിലേക്കാണോ വേണ്ടത് ആ ഒരു ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കലണ്ടർ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാനിവിടെ 1/8/2025 എന്നുള്ള ഡേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന്റെ താഴെ എല്ലാ അക്കൗണ്ടുകളുടെയും ടൈപ്പുകൾ ഉണ്ടല്ലോ, ആ ടൈപ്പുകളാണ് ഈ കാണിക്കുന്നതൊക്കെ. അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് റിസീവബിൾ, അസറ്റ്, എക്സ്പെൻസ്, ബാങ്ക്, ലാബിലിറ്റി, ഇക്വിറ്റി, ഇൻകം. അപ്പൊ നമുക്ക് കൊടുക്കേണ്ട അക്കൗണ്ടുകൾ എന്തെങ്കിലും ടൈപ്പ് വന്നിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവും നമ്മൾ കൊടുത്ത അക്കൗണ്ടുകൾ. ഇതിപ്പോ എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, ഇതിൽ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തത് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ക്യാപിറ്റലിന് ഇപ്പൊ ഓപ്പണിംഗ് കൊടുക്കണം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ക്രെഡിറ്റിന്റെ കോളത്തിൽ വേണം ക്യാപിറ്റലിന് എമൗണ്ട് കൊടുക്കാൻ. അപ്പൊ ഞാനിവിടെ 10 ലക്ഷമാണ് എമൗണ്ട് ആയിട്ട് ക്യാപിറ്റലിന് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അസറ്റുകൾ വരുന്നുണ്ട്. ഇപ്പൊ ബാങ്കിൽ വരുന്നത് SBI ബാങ്ക് ആണ്. അപ്പൊ ബാങ്കിന്റെ നമുക്ക് ഡെബിറ്റ് ആണ് വരിക. അപ്പൊ ഡെബിറ്റിൽ ബാങ്കിന്റെ എമൗണ്ട് ഞാനിപ്പോ ഇവിടെ 5 ലക്ഷമാണ് കൊടുക്കുന്നത്. 5 ലക്ഷം കൊടുത്തു. ദെൻ നെക്സ്റ്റ് അസറ്റിൽ വരുന്നത് ക്യാഷ് ആണ്. അപ്പൊ ക്യാഷിന്റെ എമൗണ്ട് ഞാൻ ഇവിടെ കൊടുക്കാൻ വേണ്ടി പോണത് 4,50,000 ആണ്.
നെക്സ്റ്റ് കമ്പ്യൂട്ടർ വരുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ എമൗണ്ട് അതും ഡെബിറ്റ് ആണ്. കമ്പ്യൂട്ടർ 60,000 ആണ് എമൗണ്ട് കൊടുക്കുന്നത്. പിന്നെ അസറ്റ് ആയിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് ലാബിലിറ്റി ആണ്. അപ്പൊ ലാബിലിറ്റി കൊടുക്കുമ്പോൾ ഇതില് ലാബിലിറ്റി എന്നുള്ള ടൈപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റെന്റ് പേയബിൾ ഉണ്ടാവും. അത് ക്രെഡിറ്റ് ആണ്. അപ്പൊ റെന്റ് പേയബിൾ ഞാൻ ഇവിടെ കൊടുക്കാൻ വേണ്ടി പോണത് 10,000 ആണ്. അപ്പൊ എല്ലാ അക്കൗണ്ടുകൾക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ അക്കൗണ്ടുകൾക്കും നമ്മൾ എന്ത് ചെയ്തു? ഓപ്പണിംഗ് എമൗണ്ട് കൊടുത്തു. അപ്പൊ ഓപ്പണിംഗ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഇവിടുന്ന് കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. അതിനാണ് ഈ താഴെ ന്യൂ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ. അപ്പൊ പുതിയൊരു അക്കൗണ്ട് ഇവിടുന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ വരും. അത് നമ്മൾ കൊടുത്ത അക്കൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത്. ഇത് ഡെബിറ്റും ഇത് ക്രെഡിറ്റും ആണ്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ മൊത്തം എമൗണ്ട് കറക്റ്റ് വന്നിട്ടുണ്ട് 10,10,000 എന്നുള്ളത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും 10,10,000. രണ്ട് സൈഡും ഇപ്പൊ ഈക്വൽ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കൺഫേം കൊടുക്കാം. അപ്പൊ ദാ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഓപ്പണിംഗ് ബാലൻസസ് ഹാസ് ബീൻ സേവ്ഡ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ അവിടെ സേവ് ആയി. ഇനി നമുക്ക് ഇവിടുന്ന് ബാക്കിലോട്ട് വരാം. ഡാഷ്ബോർഡ് എടുത്ത് നോക്കാം. ഡാഷ്ബോർഡ് എടുത്ത് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഡാഷ്ബോർഡിൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ദാ ഡാഷ്ബോർഡിൽ ഇവിടെ ഇതിലൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് റിസീവബിൾസും പേയബിൾസും ആണ്. നമുക്ക് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതുമാണ്. ഇവിടെ ഉണ്ടായിരിക്കും 9,50,000 എന്നുള്ള ഇൻകമിങ് ഇവിടെ കാണാം. ക്യാഷിന്റെ ബാക്കി എമൗണ്ട് ആണ് കാണിക്കുന്നത്. അതുപോലെ ബാങ്കിന്റെ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് 5 ലക്ഷം. പിന്നെ ഏറ്റവും താഴെ ക്യാഷിന്റെ എമൗണ്ട് 4,50,000. കമ്പ്യൂട്ടർ ഇതാ ക്യാപിറ്റൽ ഇതാ. ഓരോന്നിന്റെ എമൗണ്ടുകൾ ഇവിടെ ഡാഷ്ബോർഡിൽ ഷോ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോണത്. റിപ്പോർട്ട്സ് എടുത്തു. റിപ്പോർട്ട്സിലൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും, ബാലൻസ് ഷീറ്റ് ഉണ്ടാവും. ബാലൻസ് ഷീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാലൻസ് ഷീറ്റിൽ ഇതാ നമ്മൾ ആകെ കുറച്ച് അക്കൗണ്ടുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ക്യാഷിന്റെ എമൗണ്ട് കാണാം അസറ്റ് സൈഡില്. അതുപോലെ ബാങ്കിന്റെ എമൗണ്ട് കാണാം. ടോട്ടൽ അസറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. ഏറ്റവും താഴെയാണ് ടോട്ടൽ അസറ്റ് ഉണ്ടായിരിക്കുക. ടോട്ടൽ ഫോർ അസറ്റ്സ് 10,10,000. അത് ഫിക്സഡ് അസറ്റ് എല്ലാം കൂടിയിട്ടാണ് ആ എമൗണ്ട്. നമ്മൾ നേരത്തെ അവിടെ കണ്ട സെയിം എമൗണ്ട്. ഏറ്റവും താഴെയാണ് ലാബിലിറ്റീസ് ഉണ്ടായിരിക്കുക. അതായത് ക്വിക്ക് ബുക്സിൽ എങ്ങനെയാണോ നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെയാണ് ഇതിലും നമ്മുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കുക. ഇനി ലാബിലിറ്റി സൈഡിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലാബിലിറ്റി എന്ത് തന്നെയാണ്? 10,10,000. രണ്ട് സൈഡും ഇപ്പൊ ഇവിടെ ഈക്വൽ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സോഹോ ബുക്സ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നതും റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നതൊക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് സോഹോ ബുക്സിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.